ഹലോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പപ്പായയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ഇവിടെ ഇതിന് കപ്ലങ്ങ എന്നാണ് കേട്ടോ പറയാം. നിങ്ങളുടെ ഇവിടെയൊക്കെ എന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിതും കൊണ്ടൊരു അടിപൊളി ഫേസ് പാക്കും അതുപോലെ തന്നെ ഫേസ് സ്ക്രബും നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇത് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് റെഡ് കളറിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിന് മധുരമൊക്കെ തീരെ കുറവായിരുന്നു, എങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് ഉള്ളിൽ കഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് പുറമേ ഇത് നല്ലതാണ് കേട്ടോ സ്കിന്നിന്. അപ്പം ഞാൻ അത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഷുഗറാണ് കേട്ടോ. അപ്പം നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫേസ് പാക്കിനും 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തംബ്നെയിൽ കൊടുത്തിട്ടുള്ള പോലെ 2 ഇൻഗ്രീഡിയൻസും വെച്ച് മാത്രമാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് കുറേശ്ശെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യാനുസരണം എടുക്കാം കേട്ടോ. അപ്പം നമുക്കത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ യോജിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൂണോ കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ അതൊക്കെ എടുക്കാൻ പോകാൻ കുറച്ച് താമസമാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മൾ പഞ്ചസാര ഇട്ട് യോജിപ്പിക്കുമ്പോൾ ഒരുപാട് യോജിപ്പിക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ യോജിപ്പിക്കുമ്പോൾ പഞ്ചസാരയൊക്കെ പെട്ടെന്ന് അലുത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് ഫേസിലെല്ലാം അപ്ലൈ ചെയ്തിട്ട് 2 കൈ കൊണ്ടും നന്നായിട്ട് മസാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് അമർത്തിയിട്ട് നമ്മൾ ഉരസാണ്ട് ഒരു പതിയെ നമ്മളൊന്ന് സോഫ്റ്റായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഇട്ട് നമ്മൾ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുഖമൊക്കെ ആകെപ്പാടെ പോറി ഒരുമാതിരി ഭയങ്കരമായിട്ടിട്ടും കൂടെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ചെറിയ പാടുകളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യണ്ട. ഒരു പതിയെ ഞാനിപ്പോൾ ഇതിൽ സ്പീഡിൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഭയങ്കരമായിട്ട് അമർത്തി ചെയ്യുന്ന പോലെയൊക്കെ തോന്നുന്നു. പക്ഷെ ഞാൻ പതിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ പിമ്പിൾസ് ഉള്ളിടത്ത് ഒരുപാട് ഇട്ട് അമർത്തി ചെയ്യരുത് കേട്ടോ. പിമ്പിൾസ് നമ്മൾ എന്തിനാ വെറുതെ അതവിടെ സ്വസ്ഥമായിട്ടിരുന്നോ കേട്ടോ. വെറുതെ അത് വന്നിട്ട് അതിൻ്റെ പാട്ടിന് പൊക്കോളും. വെറുതെ അതിനെ ശല്യം ചെയ്യേണ്ടെന്ന് നിൽക്കണ്ട കേട്ടോ. അപ്പം നമ്മൾ പെട്ടെന്ന് പോയി ഫേസൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പം നമുക്ക് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേസ് പാക്കാണ്. ഞാൻ 2 ഇൻഗ്രീഡിയൻ്റ് ആണ് എടുക്കുന്നുള്ളൂ. അതിലൊന്നാണ് കേട്ടോ ഇത് മുൾത്താനി മിട്ടി, ഒന്ന് നമ്മുടെ പപ്പായ. അപ്പോൾ ഈ 2 വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പപ്പായയുടെ തന്നെ ഒരു ഫ്ലവറിലുള്ളൊരു ഇതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് മുൾത്താനി മിട്ടി. അപ്പോൾ ഇതെല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ് കേട്ടോ. മുൾത്താനി മിട്ടി എനിക്ക് 60 രൂപയായിട്ടുള്ളൂ കേട്ടോ ഈ ഒരു പാക്കറ്റ്. ഇത് 5 എണ്ണം ഉണ്ട് കേട്ടോ ഇത് കൂട്ടൊരു പാക്കറ്റിൽ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് കുറച്ച് ആദ്യം എടുത്ത ആ ബൗൾ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുൾത്താനി മിട്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മുൾത്താനി മിട്ടിയിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പപ്പായ പേസ്റ്റ് കുറേശ്ശെ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓരോരുത്തർക്കും ആവശ്യം അനുസരിച്ച് എടുത്തോളൂ കേട്ടോ. ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് ലൂസായി പോകാതെ നോക്കണം കേട്ടോ. ഒരുപാട് ലൂസായി പോയിട്ട് നമ്മുടെ ഫേസിലൊന്നും ഇരിക്കത്തില്ല. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഫേസ് പാക്കൊക്കെ ഇടുമ്പോൾ അത്യാവശ്യം ഒരു കട്ടിയിലൊക്കെ വേണം. ഒരുപാട് കട്ടിയും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസും പാടില്ല. അത് ആ ഒരു രീതിയിൽ നമുക്ക് അത് കിട്ടണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിന് നല്ല സ്മെല്ലാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ഫേസ് പാക്കിൽ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ ആ മുൾത്താനി മിട്ടിക്ക്. അപ്പം നമുക്ക് ഫുള്ളായിട്ട് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി സ്ക്രബ് ചെയ്ത ഫേസ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രഷ്നെസ്സോട് കൂടി തന്നെ ഇരിക്കുകയല്ലേ. അപ്പം നമുക്കത് മുഴുവനായിട്ട് നന്നായിട്ടൊന്ന് ഫേസിലും അതുപോലെ നെക്കിലും ചെവിമേലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ എല്ലായിടത്തും ചെല്ലുന്ന രീതിയിൽ വേണം കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓൾറെഡി നമ്മൾ നേരത്തെ സ്ക്രബ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് കിട്ടും കേട്ടോ. ഇതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഇത് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ യൂസ് ചെയ്തിട്ട് അത് മാറ്റുമ്പോൾ തന്നെ നമ്മൾ കഴുകി കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊരു 20-25 മിനിറ്റ് വരെ നമുക്കത് ഫേസിൽ വെക്കാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ ഫേസിൽ നിന്ന് കഴുകി കളയാവുള്ളൂ. ഈ പപ്പായ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാനും, പിഗ്മെൻറ്റേഷൻ മീൻസ് നമുക്ക് കരിവാളിപ്പൊക്കെ നന്നായിട്ട് മാറ്റാനും അതുപോലെ തന്നെ സൺ ടാനൊക്കെ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു സഹായമാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ തരാനും ഒക്കെ നല്ലതാണ്. നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഒന്നെങ്കിൽ വാഷ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് തുടച്ച് കളയാം കേട്ടോ.
എന്താ പറയുക, ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ചെറിയൊരു ഗ്ലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കരമായിട്ട് അങ്ങ് വെളുത്ത് തുടുക്കും അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ നമുക്കത് മാറ്റുമ്പോൾ തന്നെ ചെറിയൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഒരു എന്താ ഫേസിലൊരു ലൈറ്റനിങ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് വന്നിട്ട് ഇതിൻ്റെ ശരിക്കുമുള്ള റിസൾട്ട്, ഞാനിതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ വോയിസ് പിറ്റേ ദിവസമാണ് കേട്ടോ കൊടുക്കുന്നത്. എനിക്ക് ഇന്ന് രാവിലെ ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തപ്പോൾ എനിക്ക് കണ്ടൊരു മാറ്റം, ഞാൻ ശരിക്കും നമുക്ക് പിറ്റേ ദിവസമാണ് അതിൻ്റെ കൂടുതൽ റിസൾട്ട് കിട്ടുക. അത് ഏത് ഫേസ് പാക്ക് നമ്മൾ ചെയ്താലും നമുക്ക് കൂടുതൽ അപ്പോൾ കിട്ടുന്നതിനെക്കാട്ടിലും നമ്മൾ പിറ്റേ ദിവസം നമുക്കത് നോക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ കൂടുതൽ റിസൾട്ട് കിട്ടുക. ഇത് അത്യാവശ്യം നമ്മുടെ ഓയിലൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ. ഓയിലി സ്കിന്നുകാർക്കൊക്കെ ഓയിൽ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ബ്ലെമിഷസൊക്കെ കൺട്രോൾ ചെയ്യാനും നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഫേസൊക്കെ ഒന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ട് അത് നന്നായിട്ട് റിമൂവ് ചെയ്ത് കളയുക. പിന്നെന്താ, ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ കപ്പളങ്ങ ഈ പഴമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് എന്നാ മക്കളെ നിങ്ങൾ കഴിച്ചോ, ബാക്കി കുറച്ചുള്ള നിൻ്റെ ഫേസിലൊക്കെ തേച്ചോ അല്ലെ മുഖത്തൊക്കെ പുരട്ടിക്കോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തരുമ്പോൾ അന്നൊന്നും നമുക്ക് ഇതിനെക്കുറിച്ച് എന്താണെന്ന് ഏതാണെന്നൊന്നും അറിയില്ല. പക്ഷേ ഇപ്പോഴാണ് കേട്ടോ അതിൻ്റെയൊക്കെ ഒരു ഗുണം എന്താണെന്ന് മനസ്സിലായി തുടങ്ങിയത്. നമ്മൾ ഫേസൊക്കെ ഒന്ന് എന്താ പറയുക നല്ലപോലെ ഒന്ന് നോക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉപയോഗിച്ച് നോക്കട്ടെ. ഈ ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പം നന്നായിട്ടൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ വേണ്ടിയിട്ട് പെട്ടെന്നൊരു ഗ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് നല്ലതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺ വോയിസ് പിറ്റേ ദിവസമാണ് കേട്ടോ കൊടുക്കുക. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഗ്ലോയിനെക്കാട്ടിലും എനിക്ക് പിറ്റേ ദിവസമാണ് കേട്ടോ റിസൾട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ 2 ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതുവരേക്കും ടാറ്റാ. അപ്പോൾ ലൈക്കും കമൻറ്റും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഷെയർ ചെയ്തും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.